മറ്റു വാർത്തകളിലേക്ക്. കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരായ ഏകദിന സത്യാഗ്രഹത്തിൽ മോദി സർക്കാരിനും UDF-നുമെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തോട് കേന്ദ്രം ചെയ്യുന്നത് പിടിച്ചുപറിയാണെന്നും അതിന് പിന്തുണ നൽകുന്ന സമീപനമാണ് UDF സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. LDF അധികാരത്തിലിരിക്കുമ്പോൾ നാട് മുന്നോട്ടു പോകാൻ പാടില്ലെന്ന ഹീനബുദ്ധി മനസ്സിൽ വെച്ചുള്ള സമീപനമാണ് എന്ന് കുറ്റപ്പെടുത്തിയ മുഖ്യമന്ത്രി ധനകാര്യ കമ്മീഷനിൽ നിന്നുള്ള വിഹിതം ആരുടെയും ഔദാര്യമല്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് മറുപടി നൽകി. പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലാണ് സമരം. മന്ത്രിമാരും MLA-മാരും ഇടതുമുന്നണി നേതാക്കളും സമരത്തിൽ പങ്കെടുക്കുന്നു. ഈ നാടിനെ തകർക്കരുത്, ഈ നാടിനെ അർഹതപ്പെട്ടത് നിഷേധിക്കരുത്, ഇതാണ് നാം ആവശ്യപ്പെടുന്ന കാര്യം. ഏതെങ്കിലും തരത്തിൽ അനർഹമായ ഒന്നും കേരളം ആവശ്യപ്പെടുന്നില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിലെ സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനാനുസൃതമായി അവകാശപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ അവകാശപ്പെട്ട കാര്യങ്ങൾ നിഷേധിക്കരുത് എന്നതാണ് നാം ഉയർത്തുന്നത്. ഈ കാര്യത്തിൽ കടുത്ത തിക്തമായ അനുഭവങ്ങളാണ് നമുക്കുള്ളത്. നമ്മുടെ നാട് മുന്നോട്ട് പോകാതിരിക്കാൻ ബോധപൂർവം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് തുറന്നു വരുന്നത്. ഇക്കാര്യത്തിൽ കേരളത്തോട് താല്പര്യമുള്ള എല്ലാവരും ഒന്നിച്ചു നിന്ന് കേന്ദ്രത്തിനെതിരെ ശബ്ദമുയർത്തുകയാണ് വേണ്ടത്. കൂടുതൽ വിവരങ്ങളുമായി VV അരുണാണ് ചേരുന്നത്. അരുൺ, കേരളത്തെ തകർക്കരുത് എന്നാണ് മുഖ്യമന്ത്രി കേന്ദ്രത്തോട് പറഞ്ഞത്. ഒപ്പം വലിയ വിമർശനം UDF-നെതിരെയും ഒക്കെ ഉന്നയിച്ചല്ലോ. ഏത് രീതിയിലാണ് കേന്ദ്രവിരുദ്ധ സമരം മുന്നോട്ട് പോകുന്നത്? സംഘപരിവാറിനുമെതിരെ രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉന്നയിച്ചത്. അതിനൊപ്പം തന്നെ കോൺഗ്രസിനെയും വിമർശിച്ചു. സംസ്ഥാനത്ത് തകർക്കാൻ കേന്ദ്രം ശ്രമിക്കുമ്പോൾ അതിന് കൂട്ടുനിൽക്കുകയാണ്, അവരുടെ നയങ്ങളിൽ എതിർപ്പ് പറയാതെ പകരം കൂട്ടുനിൽക്കുകയാണ് സർക്കാർ എന്ന വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത്. കേരളത്തെ എങ്ങനെ തകർക്കാമെന്നാണ് കേന്ദ്രം നോക്കുന്നത്. സാധാരണഗതിയിൽ എല്ലാ സംസ്ഥാനങ്ങളെയും ചേർത്ത് പിടിക്കുകയാണ് കേന്ദ്ര സർക്കാരുകൾ ചെയ്യേണ്ടത്. പക്ഷേ ഇതിന് വിരുദ്ധമായി ഇവിടെ എങ്ങനെ തകർക്കാമെന്നതിൽ ഗവേഷണം നടത്തുന്ന സർക്കാരായി മാറുന്നു കേന്ദ്ര സർക്കാർ എന്നാണ് മുഖ്യമന്ത്രി ആരോപിച്ചത്. സംസ്ഥാനത്ത് ധൂർത്ത് എന്ന വലിയ പ്രചരണമുണ്ട്. എന്നാൽ സിയാൻഡേജ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി ആ ധൂർത്ത് എന്ന പ്രചരണം മുഖ്യമന്ത്രി തള്ളുകയായിരുന്നു. കോൺഗ്രസ് RSSന്റെ ആഢ്യാഭരണങ്ങൾ എടുത്തടിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെയും മുഖ്യമന്ത്രി വിമർശിച്ചു. തൊഴിലാളികളുടെ സമരത്തിൽ നിന്ന് INTUCയെയും കോൺഗ്രസും STUവിനും മുസ്ലിം ലീഗും വിലക്കുകയാണ് ചെയ്തത്. കേന്ദ്രത്തിനെതിരെ ഒറ്റക്കെട്ടായ ശബ്ദമുയരാൻ പാടില്ല എന്ന ലക്ഷ്യമാണ് ഇവർക്കുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ കേരള കോൺഗ്രസ് നേതാവ് കൂടിയായ മന്ത്രി റോഷി അഗസ്റ്റിൻ ഈ സമരത്തിൽ സംസാരിക്കുകയാണ്. ജോസ് കെ മാണി പങ്കെടുത്തില്ല എന്നതിനെ ചൊല്ലി ചില വിവാദങ്ങളുണ്ടായിരുന്നു. പക്ഷേ കേരള കോൺഗ്രസിന്റെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പങ്കെടുത്തു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ഈ വേദിയിൽ തുടരുകയാണ്. മതനിരപേക്ഷ അവകാശപ്പെടുന്ന അങ്ങനെയല്ല ഇടപെടുന്നത്, വർഗീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നിലപാടെടുക്കുന്നു. ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ സ്ഥാനം, ഇതിനൊക്കെ വേണ്ടിയാണ് പലപ്പോഴും വർഗീയതയുമായി ഇവർ സമരസപ്പെടുന്നത്. നാണം കെട്ട രീതിയിലുള്ള നീക്കങ്ങൾ പല ഭാഗങ്ങൾ നടക്കുന്നുവെന്ന് കോൺഗ്രസിനെ മുഖ്യമന്ത്രി വിമർശിച്ചു. സംഘപരിവാറിനെതിരെ രൂക്ഷ വിമർശനം മുഖ്യമന്ത്രി പ്രസംഗത്തിലുണ്ടായിരുന്നു. സംഘപരിവാർ ചരിത്രത്തെ മാറ്റാൻ ശ്രമം നടത്തുകയാണ്, ബോധപൂർവമുള്ള ശ്രമങ്ങൾ നടത്തുന്നു. കേരളത്തിലെ മതനിരപേക്ഷ കോട്ട തറക്കാനാണ് ശ്രമം. ദീർഘകാല പദ്ധതി എന്ന നിലയിലാണ് നടപ്പാക്കുന്നത്. എന്നാൽ ഇതുകൊണ്ടൊന്നും സംസ്ഥാനത്തെ കേന്ദ്രം പിടിച്ചുപറിക്കുന്നു, സംസ്ഥാനത്തിലെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും കേരളം തകരില്ല, കേരളത്തെ തകർക്കാൻ കഴിയില്ല. അമിത്ഷാ കഴിഞ്ഞ ദിവസം വന്ന് നടത്തിയ വിമർശനങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. കേരളത്തെ തകർക്കാൻ അമിത്ഷായുടെ സ്വപ്നം നടപ്പാകാൻ പോകുന്നില്ല. കേരളം ഭരണം പിടിക്കാമെന്ന സ്വപ്നം നടപ്പാകാൻ പോകുന്നില്ല. കേരളത്തെ തകർക്കാൻ കൂട്ടുനിൽക്കുന്ന മനോഭാവം കോൺഗ്രസും UDF-ഉം ഉപേക്ഷിക്കണം. കോൺഗ്രസിന്റെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് സംസ്ഥാനത്തെതിരെയുള്ള കേന്ദ്ര നീക്കങ്ങളെന്ന വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. വൈകിട്ട് 5 മണി വരെയാണ് ഈ ഉപവാസ സത്യാഗ്രഹ സമരം. തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് കേന്ദ്രത്തിനെതിരെയുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കമായി കൂടി ഇടതുമുന്നണി ഈ സമരത്തെ വിലയിരുത്തേണ്ടി വരും. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര സർക്കാരിനെതിരായ LDF സമരത്തെ പരിഹസിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ നരേന്ദ്രമോദിയുടെ മുൻപിലും അമിത്ഷായുടെ മുൻപിലും ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. അതിന്റെ കൂടെ ഞങ്ങളില്ല. RSSന്റെ വോട്ടുകൂടി ആ മുന്നണിയിൽ ജയിച്ചു വന്ന ആളാണ് പിണറായി വിജയൻ. PM ശ്രീ പദ്ധതിയിലടക്കം സർക്കാരിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് വ്യക്തമാണ്. വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് വിദ്വേഷ പരാമർശങ്ങൾ നടത്തിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും VD സതീശൻ പറഞ്ഞു. ഈ സർക്കാരുമായിട്ട് യോജിച്ച് ഒരു സമരത്തിലും ഞങ്ങളില്ല. കാരണം ഇവർ ഡൽഹിയിൽ ചെന്നാൽ
നരേന്ദ്രമോദിയുടെ മുന്നിലും അമിത്ഷായുടെ മുന്നിലും ഓച്ചാനിച്ചു നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണകൂടമാണുള്ളത്. അതിന്റെ കൂടെ ഞങ്ങളില്ല സമരം ചെയ്യാൻ. അവര് പുറത്ത് സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയും അകത്തുപോയി മോഡിയും അമിത്ഷായും പറയുന്ന പേപ്പറിൽ ഒപ്പുവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന സർക്കാരാണിത്. PM ശ്രീ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ ഗവൺമെന്റിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. ഇവരുടെ കൂടെ കൂടി പോയാൽ, സമരം ചെയ്യാൻ പോയാൽ ഞങ്ങൾ കൂടി വഷളാവും. ഇവർക്ക് ഒരുപാട് കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരസ്പര ബാന്ധവമാണ് BJP നേതൃത്വവും സംസ്ഥാനത്തെ CPM നേതൃത്വവും. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. CPM സർക്കാരിന്റെ രാഷ്ട്രീയ തന്ത്രമാണ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കലെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വികസിത കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഇലക്ഷൻ അടുക്കുന്ന സമയം കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ചെയ്തത് എന്തൊക്കെയെന്ന് പറയുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഈ CPM സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനും ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചാലഞ്ച് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ ചെയ്യേണ്ട അവരുടെ കടമ ശ്രദ്ധ തിരിക്കാൻ അവരൊരു പണ്ടുകാലത്തിന്റെ ശ്രമമാണ് ഇന്നും അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നു.